ഇന്ത്യയും ബ്രസീലും തമ്മിൽ അവരുടെ പ്രതിരോധ ബന്ധങ്ങൾ ഗണ്യമായ രീതിയിൽ ശക്തമാക്കാൻ കഴിയുന്ന ഒരു നീക്കത്തിലേക്കാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ദക്ഷിണ അമേരിക്കൻ രാഷ്ട്രം അതിന്റെ നോർത്ത് F-5 ടൈഗർ 2 യുദ്ധവിമാനങ്ങൾക്ക് പകരമായി ഇന്ത്യയുടെ തേജസ് മാർക്ക് 1 ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് ഏറ്റെടുക്കാൻ പോകുന്നു. ഈ ഇടപാട് ഒരു ബാർട്ടർ സമ്പ്രദായം പോലെയാണ് ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാം, സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറുന്ന ഒരു സമ്പ്രദായമാണ് ബാർട്ടർ സമ്പ്രദായം. അതായത് ഇന്ത്യൻ എയർഫോഴ്സ് അതിന്റെ മീഡിയം ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് ടെൻഡറിനായി എംബ്രയറിന്റെ C-390M സൈനിക ഗതാഗത വിമാനം തെരഞ്ഞെടുക്കുമെന്നാണ് ബ്രസീൽ പ്രതീക്ഷിക്കുന്നത്. ബ്രസീലിന്റെ എയർഫോഴ്സ് ഒരു ആധുനികവൽക്കരണ പരിപാടിക്ക് ഇപ്പോൾ വിധേയമാകുകയാണ്. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള F-5 വിമാനങ്ങൾ വിരമിക്കലിന് അടുത്തു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ബ്രസീലിയൻ എയർഫോഴ്സ് അതായത് FAB ഇതിനകം തന്നെ സാബിന്റെ ഗ്രിപ്പനി മൾട്ടിറോൾ യുദ്ധ വിമാനം ഉൾപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും അതിന്റെ ഫ്ലീറ്റിനെ പൂരികമാക്കാൻ കൂടുതൽ താങ്ങാനാവുന്നതും എന്നാൽ ശേഷിയുള്ളതുമായ ഒരു വിമാനമാണ് അവരിപ്പോൾ തേടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് വികസിപ്പിച്ചെടുത്ത തേജസ് മാർക്ക് 1A ഇതിന് ശക്തമായ ഒരു എതിരാളിയായി ഉയർന്നു വന്നത്. ഈ ഗ്രിപ്പനിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വലിപ്പം കുറവാണ് എങ്കിലും തേജസ് മാർക്ക് 1A നൂതന ഏവിയോണിക്സ്, തദ്ദേശീയ റഡാർ സംവിധാനങ്ങൾ, മൾട്ടിറോൾ പ്രവർത്തനക്ഷമത എന്നിവയുണ്ട്. അതിന്റെ ചടുലതയും കുറഞ്ഞ പ്രവർത്തന ചെലവും ബ്രസീലിനെ പ്രത്യേകിച്ച് വെല്ലുവിളി നിറഞ്ഞ ഭൂപ്രദേശങ്ങളിലെ പ്രവർത്തനങ്ങൾക്ക് ഇത് ആകർഷകമായ ഒരു ഓപ്ഷനാക്കി മാറ്റി. ഇന്ത്യയുടെ തേജസ് മാർക്ക് 1A ബ്രസീൽ ഏറ്റെടുക്കാൻ ഒരുങ്ങുമ്പോൾ ഇതിന് അനുകൂലമായി ഇന്ത്യയുടെ MDA ടെൻഡർ പ്രയോജനപ്പെടുത്താനുള്ള ഒരു അവസരവും ബ്രസീൽ കാണുന്നുണ്ട്. അതായത് ഇന്ത്യയുടെ വൈവിധ്യമാർന്ന ഭൂമിശാസ്ത്രപരമായ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ഒരു ബഹുമുഖ മീഡിയം ലിഫ്റ്റ് ട്രാൻസ്പോർട്ടർ എയർക്രാഫ്റ്റ് C-390M ആണ് തേജസ് മാർക്ക് 1A പകരം ഇന്ത്യക്ക് വേണ്ടി ബ്രസീൽ വാഗ്ദാനം ചെയ്യുന്നത്. ഈ ഒരു ബാർട്ടർ ഡീൽ ഇരു രാജ്യങ്ങളുടെയും തന്ത്രപരമായ ലക്ഷ്യങ്ങളുമായി പൊരുത്തപ്പെടുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തേജസ് മാർക്ക് 1A കയറ്റുമതി ചെയ്യുന്നത് അതിന്റെ വളർന്നു വരുന്ന പ്രതിരോധ വ്യവസായത്തിനും മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിനും ഗണ്യമായ ഉത്തേജനം നൽകും. ബ്രസീൽ അതിന്റെ C-390M വിലയേറിയ കരാർ ഉറപ്പിക്കുമ്പോൾ അതിന്റെ വ്യോമസേനയെ നവീകരിക്കാൻ ചെലവ് കുറഞ്ഞ ഒരു യുദ്ധ വിമാനമാണ് ബ്രസീൽ സ്വന്തമാക്കുന്നത്. അഡാപ്റ്റബിലിറ്റിയും കോ ഡെവലപ്മെന്റ് സാധ്യതയും കാരണം എംബ്രയറിന്റെ C-390M IAFന്റെ MDA പ്രോഗ്രാമിൽ ഒരു മുൻനിരക്കാരനായി ഉയർന്നു വന്നു കഴിഞ്ഞു. ഇന്ത്യൻ വ്യോമസേനയുടെ മൾട്ടിറോൾ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് പ്രോഗ്രാമിലേക്കുള്ള ഏറ്റവും സാധ്യതയുള്ള ചോയ്സ് എന്ന നിലയിലാണ് എംബ്രയറിന്റെ C-390M ഉയർന്നു വന്നത് എന്ന് പ്രാഥമിക വിലയിരുത്തലുകൾ പറയുന്നു. IAFനുള്ളിലെ ഉറവിടങ്ങൾ പറയുന്നതും C-390M രൂപകൽപ്പനയെ ഒരു നിർണായക നേട്ടമായിട്ടാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. എതിരാളി പ്ലാറ്റ്ഫോമുകളെ അപേക്ഷിച്ച് ഭാവിയിൽ പൊരുത്തപ്പെടലുകൾക്ക് മികച്ച സാധ്യതകളാണ് C-39M വാഗ്ദാനം ചെയ്യുന്നത്. എയർബോൺ വാണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റംസ് അല്ലെങ്കിൽ മാരിടൈം പെട്രോൾ എയർക്രാഫ്റ്റ് എന്നിങ്ങനെ വൈവിധ്യമാർന്ന റോളുകളിലേക്ക് പരിണമിക്കാനുള്ള രീതിയിലാണ് C-390M രൂപകൽപ്പന. എംബ്രയർ ഇതിനകം തന്നെ C-39M പുതിയ വകഭേദങ്ങൾക്ക് അതായത് IAFന് വേണ്ടി മാത്രം പ്രത്യേകമായി വികസിപ്പിക്കാൻ നിർദ്ദേശവും നൽകി കഴിഞ്ഞു. ഇതിൽ ആയുധങ്ങളുള്ള മാരിടൈം പെട്രോൾ പതിപ്പ്, ഏരിയൽ ഇന്ധനം നിറയ്ക്കുന്നതിനുള്ള ഒരു മിനി ടാങ്കർ, ഒരു ISTAR അതായത് ഇന്റലിജൻസ്, നിരീക്ഷണം, ടാർഗറ്റ് അക്വിസിഷൻ, റീകണൈസൻസ് എന്നിവ ഉൾപ്പെടുന്നു. ഇന്ത്യക്കിപ്പോൾ ഇന്ത്യയുടെ പ്രതിരോധ സേനയുടെ എക്കാലത്തെയും വികസിച്ചുകൊണ്ടിരിക്കുന്ന ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്ന, പല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതുമായ, വിശ്വസനീയമായ, ചെലവ് കുറഞ്ഞതുമായ ഒരു വിമാനമാണ് ആവശ്യം. ഇപ്പോൾ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഈ ബാർട്ടർ ഡീൽ ഇന്ത്യയും ബ്രസീലും തമ്മിലുള്ള പ്രതിരോധ ബന്ധങ്ങൾ ഗണ്യമായ രീതിയിൽ ശക്തിപ്പെടുത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് തരിക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.